നമ്മളൊരു 50 വയസ്സ് കഴിയുമ്പോഴാണ് ഈ പ്രൊഫഷണൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇവരുടെ എല്ലാവരുടെയും സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം അവർ ഏൺ ചെയ്ത എക്സ്പീരിയൻസ്, നോളജ്, സ്കില്ല്, അപ്പോൾ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ വാല്യൂ കൂടി വരും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഫിലിം ഫീൽഡിലുള്ള ഏറ്റവും ക്രിയേറ്റീവ് ജോബ് എന്ന് പറയുന്നത് ഡയറക്ടർ ജോബാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ വാല്യൂ ഒരു 50 വയസ്സ് കഴിയുമ്പം ഞാൻ കാണുന്നത് ഇവരെല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നമ്മൾ കാണുന്ന കേരളത്തിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള മിക്ക ഡയറക്ടേഴ്സ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആർക്കും തന്നെ പ്രൊജക്റ്റ് ഇല്ല, എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഇതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ മണിരത്നം, ശങ്കറും ചിലപ്പം 2 വർഷം കഴിഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരും. കാരണം നമ്മൾ കഴിഞ്ഞ അവരുടെ എല്ലാ പ്രൊജക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് തോന്നും. ശരിക്കും ഇതിൻ്റെ കാരണം എന്താണ്? ഹൈലി ഡിപ്പെൻഡൻറ്റ് ജോബാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ഒരു ഡോക്ടറുടെ ആവശ്യമില്ല, ഒരു എൻജിനീയർക്ക് ഒരു വക്കീലിൻ്റെ ആവശ്യമില്ല, ഒരു വക്കീലിന് ഒരു ഡോക്ടർ ആവശ്യമില്ല. അവരവരുടെ പ്രൊഫഷണൽ കരിയറിൽ അവർ വളരെ ഹൈലി സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് അവരുടെ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷനാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിന് ഒരുപാട് ഡിപ്പെൻഡൻസി ഉണ്ട്. നല്ല ഒരു സ്ക്രീൻ പ്ലേ ചെയ്യുന്ന ആൾ വേണം, നല്ല സ്റ്റോറി റൈറ്റർ വേണം, നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടണം, നല്ലൊരു ആക്ടർ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ വളരെ വളരെ ഹൈലി ഡിപ്പെൻഡൻറ്റ് ജോബാണ്. അപ്പോൾ ഒരു ആസ് എ ഡയറക്ടർ അലോൺ നമുക്കൊന്നും ചെയ്യാനില്ല. എനിക്കിവിടെ പറയാനുള്ളത്, ഈ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ഇപ്പം ഇതൊരു വലിയ പ്രൊഫഷനായിട്ട് ഡ്രീം ചെയ്ത് നടക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ അവരോട് പറയാനുള്ള എനിക്കൊരു അഡ്വൈസ്, നിങ്ങളുടെ ഒരു സെപ്പറേറ്റ് ഒരു ഇൻകം സ്ട്രീമും കൂടി നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം ഇത് വളരെ ചാംഫുൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഹൈലി റിസ്കി പ്രൊഫഷനാണ്. സെയിം ടൈം നിങ്ങൾക്ക് വേണ്ടത് നാളെ ഇത്രയും വലിയ ആൾക്കാർ തന്നെ 50 വയസ്സ് കഴിയുമ്പം വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയുള്ളൊരു പ്രൊഫഷനിൽ നമ്മളും വളരെ കെയർഫുള്ളായിട്ട് നോക്കണം. നിങ്ങളും 50 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളും വീട്ടിലിരിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻകം സ്ട്രീം നമ്മൾ കണ്ടുപിടിക്കണം. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. Fintaxman, the mentor your business needs.